നമസ്കാരം. ഈ ദ്വീപ് തകർന്നാൽ ഇറാൻ ഇല്ലാതാകും. ഇറാൻ ഇസ്രയേൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ എന്താണ് സംഭവിക്കുക? ലെബനനിൽ ഇസ്രയേൽ വെള്ളം കുടിക്കുന്നു. ഇസ്രയേൽ കരയാക്രമണത്തിന് വ്യോമാക്രമണത്തിനും ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. ഇറാനിലും ഇസ്രയേലിനും ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് അടിക്കടി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനാണ്. ഇസ്രയേലിന് ആത്മവിശ്വാസത്തോടെ യുദ്ധം ചെയ്യണമെങ്കിൽ പോലും അമേരിക്കയുടെ സഹായം വേണ്ട അവസ്ഥയിലാണെന്നാണ് സൂചന. ഇറാനൊപ്പം റഷ്യയും മറ്റ് അമേരിക്കൻ വിരുദ്ധരും കൂടിയാൽ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഇത് തിരിച്ചറിഞ്ഞ ഇസ്രയേൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതായാണ് സൂചന. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലെ എണ്ണക്കേന്ദ്രങ്ങളെ ഇസ്രയേൽ ഉടൻ ആക്രമിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഒപെക് രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉത്പാദകരാണ് ഇറാൻ. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ഇറാനെ സഹായിക്കുന്നത് എണ്ണ വാതക കയറ്റുമതിയാണ്. ഇത് തകർക്കാനാകും ഇസ്രയേലിന്റെ ശ്രമം. അങ്ങനെ ഇറാന്റെ സാമ്പത്തിക രംഗം തകർത്ത് അവരെ പൂട്ടുകയെന്നതാണ് ഇസ്രയേലിന്റെ പുതിയ നീക്കമെന്നാണ് സൂചന. ഇറാനെതിരെ IDF കൃത്യമായ പ്രതികാരത്തിന് നീക്കം നടത്തുമ്പോൾ ഇറാന്റെ കയറ്റുമതിയോടെ 95% വരുന്ന വിശാലമായ എണ്ണദ്വീപ് ലക്ഷ്യമിടാൻ സാധ്യത ഏറെയാണ്. വടക്കൻ തീരത്തെ ഖാർഗിനെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ സൈനിക നീക്കം നടത്തുന്നുണ്ടെന്നാണ് സൂചന. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 95% ലഭിക്കുന്ന എണ്ണപ്പാടം ചുട്ടരിക്കാനാണ് പദ്ധതി. അങ്ങനെ വന്നാൽ തീ കെടുത്താൻ പോലും ഇറാന് കഴിയാതെ വരും. ഇസ്രയേലിന്റെ എണ്ണപ്പാട പ്രതികാരം ഇറാനും തിരിച്ചറിയുന്നുണ്ട്. ഇത് അവരെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇറാനെതിരെ പ്രതികാര നടപടിയുമായി നീങ്ങാനാണ് ഇസ്രയേലിന്റെ തീരുമാനം. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാഗരി പറയുന്നുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയാകും തിരിച്ചടിയെന്നും സൂചനയുണ്ട്. അതേസമയം എന്തിനും തയ്യാറാണെന്നും ഇസ്രയേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് ബാക്കേരി പ്രതികരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല, ഹമാസ് മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയ എന്നിവരുടെ വധവും തെക്കൻ ലെബനനിലെ കരയാക്രമണവുമാണ് ഇസ്രയേലിനെതിരെയുള്ള വ്യോമാക്രമണങ്ങളുടെ കാരണങ്ങളായി ഇറാൻ നിരത്തുന്നത്. തിരിച്ചടിച്ചാൽ ഇസ്രയേലിനെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഉടനീളമുള്ള 38 ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുമെന്നും സൂചനയുണ്ട്. ഇറാനിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഇസ്ഫഹാൻ സിറ്റി അടങ്ങുന്ന എസ്ഫഹാൻ പ്രവിശ്യയിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകാനിടയുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രമായ നതാൻസ് അടക്കം നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇവിടെയാണ്. ടെഹ്റാനിലെ പാർച്ചിൻ മർക്കാസി പ്രവിശ്യയിലെ ആണവ കേന്ദ്രങ്ങളും ഇസ്രയേലിന്റെ റഡാറിലുണ്ടെന്ന് സംശയിക്കുന്നു.